നമസ്കാരം എല്ലാവർക്കും. പ്രിയരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടൈറ്റിൽ ഇതാണ്: അങ്ങനെ കാത്തിരുന്ന ആ വിവാഹം നടന്നപ്പോഴെന്നുള്ളതാണ്. നിങ്ങൾ മറന്നോന്നറിയില്ല, കഴിഞ്ഞ വർഷം, അതായത് 2025 നവംബർ 21 നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഷാരോൺ അതേപോലെ തന്നെ ആവണി. അപ്പോൾ ഷാരോൺ ആവണി വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു. വിവാഹവേദിയിൽ മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങി എത്തുന്നതിന് വേണ്ടിയിട്ട് ആവണി കുമരകത്തുള്ള ബ്യൂട്ടി പാർലറിലേക്ക് ഒരുങ്ങാൻ പോയതാണ്. ആ പോകുന്നതിനിടയിൽ ആക്സിഡൻ്റ് ഉണ്ടാവുകയും കുമരകത്ത് ഒക്കെ പോകുന്ന വഴിയിൽ വെച്ചിട്ടുള്ള ആക്സിഡൻറ്റ് ആവണിയെ എന്താ പറയുക, ആവണിക്കുണ്ടായ ആ ഒരു ആഘാതവും മാനസികാഘാതവും ശാരീരികമായിട്ടുള്ള ആ ഒരു മുറിവുകളും എല്ലാം തന്നെ ഇത്രയും നാളെടുത്ത് അതൊന്ന് നേരെയാകാൻ, ആ ഒരു ആക്സിഡൻറ്റിനെ തുടർന്നുണ്ടായിട്ട് ഓപ്പറേഷനും അങ്ങനെയുള്ള അവസ്ഥയെല്ലാം കവർ ചെയ്തു ആവണി വീണ്ടും പഴയതുപോലെ ആയി. അങ്ങനെ തുമ്പോളി പാട്ടുകുളം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് ആയിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞ 2025 നവംബർ 21 നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ആ വിവാഹം അതേപോലെ തന്നെ ഷാരോൺ ആവണി ദമ്പതികൾ കാത്തിരുന്ന വിവാഹം ഇപ്പോൾ തുമ്പോളി ഈ ക്ഷേത്രനടയിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. എങ്ങനെയുണ്ട് ഇവരുടെ ആ ഒരു വിവാഹത്തിൻ്റെ ചില മുഹൂർത്തങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു പോയാൽ, അവരുടേതായ നാൾ വഴികൾ, വല്ലാതെയുള്ള ആക്സിഡൻറ്റിനെ തുടർന്നുള്ള വഴികൾ, എന്നിട്ടും ആ വിവാഹത്തിൻ്റെ അന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ നമ്മുടെ ഷാരോൺ ആ വിവാഹം താലി ചാർത്തുക എന്ന ചടങ്ങ് ആ ഹോസ്പിറ്റലിലെ അവിടെയുള്ള ഹോസ്പിറ്റൽ അധികാരികളുടെ അനുവാദം വാങ്ങിക്കൊണ്ട് ഹോസ്പിറ്റൽ കിടക്കയിൽ വെച്ച് തന്നെ ഷാരോൺ ആവണിയെ അന്ന് താലി ചാർത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് നടന്ന അന്ന് മുതൽ ഈ കഴിഞ്ഞ ഈ വിവാഹം നടത്തിയെടുക്കുന്നത് വരെ താങ്ങും തണലുമായിട്ട് ഷാരോൺ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആക്സിഡൻറ്റിൽ നിന്നും അതിൻ്റേതായ മുറിവുകളിൽ നിന്നെല്ലാം വിമുക്തയായതിന് ശേഷം ആവണിയെ വീണ്ടും വിവാഹത്തിലൂടെ തന്നെ തിരുമാംഗല്യത്തിൻ്റെ അടയാളം എന്ന രീതിയിൽ തിരുനെറ്റിയിൽ കുങ്കുമം ചാർത്തിക്കൊണ്ട് ആവണിയെ ഷാരോൺ ഈ കഴിഞ്ഞ ദിവസമാണ് സ്വന്തമാക്കിയത് എന്നൊരു വാർത്തയാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ നെടുമാംഗല്യത്തോടുകൂടി ദീർഘസുമംഗലിയായി ഇരുവരും ഒരുമിച്ച് നന്നായി വാഴട്ടെ എന്ന അനുഗ്രഹാശംസകളോടുകൂടി ഞാൻ. വിവാഹം എന്നത് സ്വർഗത്തിൽ നടക്കുന്നു, ജീവിതം ഭൂമിയിൽ നടക്കുന്നു എന്ന് പറയും. പക്ഷേ ഒരു കാര്യം, വിവാഹത്തിൽ ഏർപ്പെടുന്ന വധൂവരന്മാർക്ക് തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും താൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്നൊരൊറ്റ ചിന്തയോടുകൂടി ആയിരിക്കരുത്, മറിച്ച് മാതാപിതാക്കളുടെ അനുഗ്രഹം ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങാതെയുള്ള എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരുമിച്ച് ജീവിച്ചാൽ മതി എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞ് കുറേ കാൽപ്പാടുകൾ അല്ലെങ്കിൽ കുറേ അധികം മുന്നോട്ട് നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോഴായിരിക്കും പുറകോട്ട് തിരിഞ്ഞു നോക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും സ്നേഹിച്ച പുരുഷനെ സ്വന്തമാക്കണം എന്ന് പറയുമ്പോൾ ആ സ്നേഹിച്ച കാലയളവിലേക്ക് വരുന്നതിന് മുമ്പ് സ്വന്തം മാതാപിതാക്കളുടെ രക്ഷകർത്തൃത്വത്തിലും അവരാണ് എല്ലാം താങ്ങും തണലുമായിട്ട്. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്ന് പറയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് ഉണ്ടാക്കി തരുന്ന മാതാപിതാക്കളെ മറന്നുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം, അതിനുള്ള ശേഷി ഞങ്ങൾക്ക് വെച്ചു, അപ്പോൾ അതിനുള്ള സാമ്പത്തികവും മറ്റു തരത്തിലുള്ള എല്ലാ വഴികളും ഞങ്ങൾക്ക് കയ്യിൽ വന്നു എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്ന് കരുതണം. കഴിഞ്ഞ വഴികൾ, ഇതിലെത്തുന്നത് വരെയുള്ള ആ നാൾ വഴികൾ നിങ്ങൾ എങ്ങനെയായിരുന്നു ഇവിടം വരെ എത്തിയത് എന്ന് നിങ്ങൾ ജീവിതകാലം മുഴുവനും ഓർക്കണം. കാരണം നമുക്കൊരു നല്ല ജീവിതം ഒരുക്കി തരാൻ വേണ്ടി കഷ്ടപ്പെട്ടവരെ മറന്നുകൊണ്ട് മാത്രം ഒരു ജീവിതത്തിലേക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കടക്കരുത് എന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മളെ ഒരുക്കി തന്ന, ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആകാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കി തന്ന മാതാപിതാക്കളോട് നന്ദിയുള്ളവരായിട്ട് വേണം നിങ്ങൾ മുന്നിട്ട് ഓരോ
ദിനവും മുന്നോട്ട് പോകുവാൻ. അവരാണ് ഞങ്ങളെ ഇത്രത്തോളം എത്തിച്ചത്. അവർ മുഖേനയാണ് ഞങ്ങൾക്ക് ഈ വഴിയിൽ എത്താൻ സാധിച്ചത്. അതിന് ശേഷമാണ് എനിക്ക് ഒരു കൂട്ടുകാരിയെ അല്ലെ ഒരു കൂട്ടുകാരനെ കൈവരിക്കാൻ സാധിച്ചത്. അപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം അവർ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടെങ്കിൽ ഇനി അവർക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടതും അവർക്ക് വേണ്ടി സംരക്ഷണം ഇനിയുള്ള ജീവിതം ഒരുക്കേണ്ടത് ഞങ്ങളുടെ കൂടി കടമയാണ്, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെയായിരിക്കണം ഓരോ പുരുഷനും ഓരോ പെൺകുട്ടിയും ജീവിതപാതയിലൂടെ കടന്നു പോകേണ്ടത്. അതല്ലാതെ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് കണ്ണും കാതും തുറന്നു നൽകി നിങ്ങളാക്കാൻ പ്രേരിപ്പിച്ച, നിങ്ങളാക്കാൻ പ്രാപ്തമാക്കിയ കഷ്ടതയുടെയും യാതനയുടെയും വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളാകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വഴിയിലെ കൂട്ടായിട്ട് താങ്ങായി തണലായി ഒക്കെ നിന്നുകൊണ്ട് നിങ്ങളെ രൂപപ്പെടുത്തി എടുത്തൊരു വഴിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാതാപിതാക്കളുടെ മനസ്സറിയാതെ നിങ്ങൾ എടുത്തു ചാടി ഒന്നും തന്നെ പ്രവർത്തിക്കാതെ ഇരിക്കുവാനും ഇന്നത്തെ യുവതലമുറയിലുള്ളവർ ശ്രദ്ധിച്ചാൽ അത് കൂടുതൽ നല്ല നല്ല ജീവിതാനുഭവങ്ങളായിരിക്കും നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഏവർക്കും സമർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു യുവർ സപ്പോർട്ട്. താങ്ക് യു ആൾ.